പട്ടിയെ മേലെ ഇരുന്നത്? ഇല്ല ഇല്ല ഇല്ല, അത് കള്ളോ, അത് ഒന്നുമേ ഇല്ല. കള്ളത്തറ സാർ. സാറേ, ഇതാണ് ആ വീട്. വീടല്ല, ഇതാണ് ആ വരുന്ന വഴി. ഇത് കാടൊന്നുമല്ല, തോട്ടമല്ല, ഒന്നുമല്ല. ഇത് വീടാണ്, ഫുൾ വീടാണ്. ഇവിടാണ് പുള്ളി നിന്നിരുന്നത്. ആ വീഡിയോയിൽ കാണാം. നോക്കിക്കോണം 30 പട്ടികൾ അവിടെ നിങ്ങൾ നോക്കണം. പട്ടി നോക്കട്ടെ. മാന്തോട്ടല്ല, വീട്. ആളുകൾ ഒന്നിച്ച് താമസിക്കാം. അവിടെ ഒന്നിച്ചല്ലേ ആളുകൾ താമസിക്കുള്ളൂ. ഒരു പട്ടി ഉണ്ട് അതില്. ഒരേ ഒരു പട്ടി. കടിക്കത്തുമില്ല, കൊലക്കത്തുമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇതാണ് ഇതോടെ ബാക്കിയോടെ എടുക്കുക. വാതിലെല്ലാം നോക്ക്, ഇത് അടുത്ത് കാണിക്കും. ഇതാണ് ചവിട്ടി തുറന്നേ. ഇത്രയും കുറ്റികളുള്ള ഈ കഥവാണ് ചവിട്ടി തുറന്നത്. ഒരു കുറ്റിയും മാറ്റിയിട്ടില്ല, ഒരു കുറ്റിയും മാറ്റിയിട്ടില്ല. ഇവിടാണ് പുള്ളി കിടന്നിരുന്നത്. ഇവിടെ ഇട്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. അണ്ണാ, ഇത് തോപ്പുക്കുള്ള നമുക്കത് വീട്ടിലെ പാത്ത ഒരു പട്ടിയല്ല. എങ്കിൽ അത് വേറെ പട്ടി? ഒരു പട്ടിയില്ലണ്ണ, ഒന്നുമേ ഇല്ലേ? ഒരു പട്ടിയില്ല. വീട്ടുകാരൻ വന്നാ വെളിയിലെ നമ്മുടെ തോട്ടം കഴിഞ്ഞ് വെളിയിലുള്ള പട്ടികൾ കുറയ്ക്കത്തേ ഉള്ളൂ. എല്ലാം കളതരാ. എന്റെ വെളിച്ചിനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാരും ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തോണ്ട് ഒരു വീഡിയോ ഇട്ടത്. ഇത് കണ്ട, ഇത് കാണുമ്പോ എല്ലാവർക്കും അറിയാം. ഇത്രയും വലിയൊരു ഇൻസിഡന്റിന് ശേഷം അമ്പലത്തിലെ ഉത്സവം ആദ്യത്തെ ദിവസം ഇൻസിഡന്റ് ഉണ്ടാകുന്നു. 7-ന്റെ അന്ന് ഉത്സവം നടക്കുമ്പം ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടല്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാരും ഈ നാട്ടിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിന്ന് ഡാൻസ് കളിച്ചതിൻ്റെ രംഗങ്ങളായത്. അപ്പോൾ ഈ മനുഷ്യനെ ഈ നാട്ടിൽ അത്രത്തോളം കൊള്ളാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു നാട് ഇത്രയും ഒരു കേസിൽപ്പെടുത്തി ചാനലെല്ലാം കാണിച്ചിട്ട് ചെയ്യത്തില്ലല്ലോ. അത് അത് അന്നേരം ഈ പറയുന്ന ഈ എസ്.ഐയും ഈ നമ്മളീ പറയുന്ന കുറ്റാരോപിതനായിട്ട് എസ്.ഐയും പോലീസുകാരും അന്നേരം ഇതെല്ലാം കണ്ട് അവരിതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ആരും ഇത് കാണുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആളെ പിടികൂടിയെന്ന് പറഞ്ഞാൽ ചാനലുകളിൽ കാണിക്കുന്ന നമ്മളറിയുന്നത്. അങ്ങനെ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പം അവിടെ വെച്ച് എന്താ സംഭവിച്ചത്? തമിഴ്നാട്ടിൽ വെച്ച് പോയ അല്ലാതായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. ആളിന് തലമുടിയില്ല, ദീക്ഷ മീശ ഇതെല്ലാം എടുത്തിരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് ആൾമാറാട്ടം നടത്താൻ വേണ്ടി ആളിത് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ പിടിച്ചിട്ട് അങ്ങനെയല്ല സംഭവം. അങ്ങനെയല്ല, അവിടെ പിടിച്ച കൂട്ടത്തിൽ തന്നെ ഇവർ പറയുന്നുണ്ടെങ്കിൽ മാന്തോട്ടത്തിലൊന്നും വെച്ചല്ല പിടിച്ചിരിക്കുന്നത്. അവിടെ ആളുകൾ ഒന്നിച്ചാണല്ലോ താമസിക്കുന്നത്. അല്ല പട്ടിയൊന്നുമില്ല അവിടെ. ഒരു പട്ടി മാത്രമേ ഉള്ളൂ. ആ പട്ടി ആ വീടും അത് റീൽസ് എടുക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. റീൽസ് എടുത്തതല്ലേ. പോലീസ് ഒരു പ്രതിയെ പിടിക്കാൻ പോകുമ്പം പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടായ ഒരു പ്രതിയെ പിടിക്കാൻ പോകുമ്പോൾ പ്രതിയെ പിടിക്കുവോ അതോ റീൽസ് എടുക്കുവോ? അത് നിങ്ങൾക്ക് അറിയത്തില്ലേ, ഞങ്ങൾ പറയണോ? എല്ലാം റീല. 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 റീൽസാണ്. റീൽ എടുത്തത് അവരെന്നിട്ട് ലോക്കില്ലാത്ത റൂമിനകത്ത് ചവിട്ടി തുറന്നെന്നും പറഞ്ഞ് ചവിട്ടി ആളെ വെച്ച് ആ മുറിയിൽ ഒരാളോ 2 പേരോ എങ്ങാണ്ടുണ്ട്. അകത്ത് ഒരാളെ നിർത്തിയിട്ടൊക്കെയാണ് റീൽസ് എടുത്തിട്ട് അതിസാഹസ്യമായി ചവിട്ടി തുറന്ന ആളെ പിടിച്ചെന്നൊക്കെ പറയുന്നത്. ഏത് പൊട്ടനും മനസ്സിലാവും. ഇതിന്റെ പിന്നിൽ ആരാന്ന് വെച്ചാൽ അവർ പോലീസുകാർ 4-5 പേരുണ്ടായിരുന്ന ചാനലിലെല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ. 5-6 പോലീസ് അങ്ങോട്ട് ഉണ്ടായിരുന്നു. ഇത് ചെയ്തതും ഇതിന്റെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തത് പിന്നെ സർക്കിളും എസ്.ഐയും പിന്നെ പോലീസുകാരും ഉണ്ടായിരുന്നത്. എസ്.ഐ ആണ് ഇതെല്ലാം ചെയ്ത് ഈ തലമുടി എടുക്കുകയും എല്ലാം ചെയ്തും റീൽസ് എടുപ്പിച്ച് ചാനലിട്ടാൽ എസ്.ഐ ആണെന്നാണ്. താടിയും മുടിയും വളർത്തിയത് അച്ഛൻ മരിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ ഏപ്രിലാണ് മരിക്കുന്നത്. ഈ ഏപ്രിൽ ആകുമ്പോൾ 1 വർഷം ആകത്തുള്ളൂ. അപ്പം 1 വർഷം ബലി ഇടാൻ വേണ്ടിയിട്ട് ആ ദീക്ഷ അല്ലാതെ ക്ലീൻ ഷേവിങ് നടക്കുന്ന ആളാണ്. അപ്പോൾ ആ ബലി ഇടാൻ വേണ്ടിയിട്ട് ഏപ്രിൽ മാസം അച്ഛൻ്റെ ബലികർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷേവ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് അത് പിന്നെ ദീക്ഷ നിർത്തിയിരുന്നത്. അങ്ങനെ പോലീസുകാർ തന്നെ തലമുടി എടുക്കാൻ സമയത്ത് സമ്മതിച്ചില്ല എന്നാ തോന്നുന്നത് പുള്ളി. കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രമ്മർ വെച്ച പാടുകൾ ഒരുപാട് തലയിൽ എതിർത്ത് കാണും. പിന്നെ അവർ എത്രയും പോലീസുകാർ മുമ്പിൽ തോക്കുമായിട്ട് നിൽക്കുമ്പോൾ അവർ 2 പോലീസുകാരെ തോക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ എതിർത്തിട്ട് ഒരാൾ അവരുടെ മുമ്പിൽ എന്ത് എതിർക്കാനാ? അങ്ങനെ അവർ നിർബന്ധമായിട്ട് മാപ്പൊക്കെ പറയുന്നത് പോലീസ് പറയിപ്പിക്കുക. കുട്ടിയെ ഇവിടുത്തെ മോനെ കോഴിക്കോട് എഞ്ചിനീയറിങ്ങിന് പഠിക്കുക. അവന് MDMA കേസിൽ അവിടെ ഇപ്പം തന്നെ കുരുക്കും. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ അവിടെ ഇപ്പം ഞങ്ങൾ കുരുക്കുമെന്നും പറഞ്ഞുകൊണ്ട് നാളെ നേരം വിളിക്കുമ്പോൾ അതായിരിക്കും വാർത്ത വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിതമായിട്ട് ഈ മുടി എടുപ്പിക്കുന്നതും ഈ നാട് വിട്ട് പൊക്കോളാന്ന് റീൽസ് എടുക്കുന്നതും പിന്നെ തൊഴുത് പറയിപ്പിക്കുന്നതെല്ലാം ഇത് പറഞ്ഞ്
ഭയപ്പെടുത്തിക്കൊണ്ട് ഇത് റീൽസ് എടുപ്പിക്കുക പുള്ളിക്കാർ. പക്ഷെ ഒരിക്കലും ചെയ്തില്ല. ചെയ്യത്തില്ല. പിന്നെ പോലീസ് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ചെയ്യിപ്പിക്കണ്ട, പുള്ളിയായിട്ട് ചെയ്യേണ്ട കാര്യവും അല്ലെങ്കിൽ ചെയ്താൽ പോലും പോലീസിന് ഇതെടുത്ത് വെളിയിലേണ്ട കാര്യമില്ലല്ലോ. ചില നിസ്സഹായ ഒരു അവസ്ഥയിൽ സാറേ എനിക്ക് പറ്റിപ്പോയെന്ന് തൊഴുതിരിക്കും മനുഷ്യനല്ലേ. അത് ഇത് എടുത്തിടണമെങ്കിൽ അപ്പോൾ അത് മനഃപൂർവ്വം എടുത്താന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പോലീസിലും അല്ലേ? കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. റീലെടുത്തതാ. അത് ആള് പറയുന്നത് അങ്ങനെയാണ്. അത് അവർക്ക് ഒരു റീച്ച് കിട്ടാൻ വേണ്ടി റീലെടുത്താന്ന് ആള് പറഞ്ഞു. ഞാൻ വലിയൊരു പോലീസുകാരനാണ് കാണിക്കണം. ഞാൻ ഒരു എല്ലാവരും അറിയുന്ന ഒരാളായ ഒരാളെ ഞാൻ ഇങ്ങനെ ചെയ്തു, അവൻ്റെ തലമുടി എടുത്തു, അവൻ്റെ മീശ എടുത്തു, അവൻ്റെ ദേഷ്യം എടുത്തു, അവനൊന്നും അല്ലാതെ പോലീസിന് മുമ്പ് മാപ്പരക്കുന്നു. അവൻ സ്വന്തം നാട്ടിൽ ഇത്രയും കാലം അഭിമാനത്തോടുകൂടി ജീവിച്ചിട്ട് ഈ നാട് വിട്ടു പോയി എന്ന് പൊക്കോളാം എന്ന് പറയിപ്പിക്കാൻ എസ് ഐ ചെയ്ത പണിയാണ്. ഷാനവാസ് എന്ന് പറഞ്ഞ എസ് ഐ ചെയ്ത പണി. അതിനകത്ത് സർക്കിളിന് പങ്കുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. മറ്റു പോലീസുകാർക്ക് അതിനകത്ത് എത്രത്തോളം പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് പറയുകയും ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്ത് എസ് ഐ ഷാനവാസ് എന്ന് പറഞ്ഞ എസ് ഐ ചെയ്തതാണ്. ജയിലിൽ മർദ്ദനം. ഇത് കഴിഞ്ഞ് ജയിലിൽ സറണ്ടർ അവിടെ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം കൊട്ടാരക്കര. അതെന്നായിരുന്നു മോളെ? 28-ാം തീയതി. അത് കഴിഞ്ഞിട്ട് 28-ാം തീയതി പിന്നെ വൈകിട്ട് വൈകുന്നേരം 6 മണിക്ക് 7 മണിക്കിനും ഇടയിലായിട്ട് മരുന്ന് ചോദിച്ചതിനെ തുടർന്ന് കൈക്കും കാലും വിലങ്ങ് വെച്ച് തമിഴ്നാട്ടിൽ വെച്ച് വിലങ്ങ് വെച്ച് പിടികൂടിയതിൻ്റെ അന്ന് കാലെ വിലങ്ങിട്ട് അടിച്ചായിരുന്നു. അതിൻ്റെ കാലിന് നീരുണ്ടായിരുന്നു. അപ്പം അതിന് മരുന്ന് ചോദിച്ചതിനെ തുടർന്ന് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പേര് APO രാമചന്ദ്രൻ, പുള്ളി സൂപ്രണ്ടിന് റൂമിലിട്ട് അടിച്ചു. പുള്ളിയെ ഇരുത്തിക്കൊണ്ട്, എൻ്റെ വലിയച്ഛനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞ നീ എണ്ണിക്കോളാൻ പറഞ്ഞിട്ട് 12 അടിയാണ് കാലിൻ്റെ വെള്ളയിൽ അടിച്ചത്. അപ്പം ഞങ്ങൾ കാണുമ്പോൾ കാലിനകത്ത് നീരുണ്ട്. അവർ ആശുപത്രി കൊണ്ടുപോകുന്നില്ല. പിന്നെ ഇന്നലെ കാണാൻ പോയപ്പോഴത്തേക്ക് ആശുപത്രി കൊണ്ടുപോയി. രണ്ട് കാലിൻ്റെയും 2 വിരലിന് പൊട്ടലുണ്ട്. എക്സ്റേ എടുത്തു. 2 കാലിലും പൊട്ടലുണ്ട്. അല്ലെങ്കിൽ ഒരാളെ ഒരു ജയിലിൽ അടിച്ചാൽ നേരത്തെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ത് കാരണത്താലും അതുകൊണ്ട് ഞങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നത് അതുകൊണ്ട്. എന്തുകൊണ്ട് ഒരാളെ പോലീസ് ഉപദ്രവിച്ചു അത് പോലീസ് ഉപദ്രവിച്ചു അവർക്കൊരു ന്യായം അവർ പറയുന്നുണ്ട്. ജയിലിൽ യാതൊരു കാരണവും കൂടാതെ ഓയിൽമെൻറ്റ് ചോദിച്ചു, എനിക്ക് ഇച്ചിരി ആ ഓയിൽമെൻറ്റ് ഇച്ചിരി ആയാൽ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കാലിൽ തേകണ ട്യൂബോർഡ് ഇങ്ങനെ തരാമോ എന്ന് ചോദിച്ചാൽ അവനെ ഇങ്ങനെ ഇറക്കി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് സൂപ്പറിൻ്റെ മുറി കൊണ്ടുവന്ന് ഉപദ്രവിച്ചത്. അല്ലാതെ അതിനകത്തൊരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പോലീസ് ജീപ്പിന് നമ്മുടെ ജീപ്പ് അറിഞ്ഞോ അറിയാതെയോ രക്ഷപ്പെടാനോ ഏത് തരത്തിലാണെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോലീസിന് കേസെടുക്കാം. അതിന് പറയുന്ന ശിക്ഷകൾ, നഷ്ടപരിഹാരങ്ങൾ, അതുപോലെ തന്നെ ആ വണ്ടി മറ്റൊരു വണ്ടി പ്രസിഡന്റിന്റെ വണ്ടിയാന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് തട്ടി അതിന് ഇപ്പം നിയമപരമായ ഒരു നഷ്ടപരിഹാരം വരുമല്ലോ. അത് പറയും ഇതെല്ലാം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതിനകത്തൊന്നും നമുക്ക് ഒരു എതിരും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ കോടതി തരുന്ന എന്ത് ശിക്ഷയും, ഇതിൻ്റെ മേളിൽ കോടതി തരുന്ന എന്ത് ശിക്ഷയും നമുക്കത് അതിനകത്തൊന്നും നമുക്കെതിരില്ല. ഇതിന് നീതി വേണം. ഒരാളിനെ തലമുടി എടുക്കുക, മീശ എടുക്കുക, ദീക്ഷ എടുക്കുക, അവര് വലിയ ആളോ ചെറിയ ആളോ എന്നുള്ളതല്ല. ഒരാള് വലുതോ ചെറുതോ എന്നുള്ളതല്ല. ആ കുടുംബത്തെ, ആ കുടുംബാംഗങ്ങളെ ഇതൊക്കെ അവർ ഗുരുതരമായ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ദിവസം ഞാൻ അനങ്ങാതിരുന്നതെന്ന് പറഞ്ഞാൽ പോട്ടെ, പറ്റിയത് പറ്റി. ആ ആളെന്താന്ന് ഈ നാടിനറിയാം. ഇന്നലെ വന്ന പോലീസുകാർക്ക് അറിയത്തില്ലായിരിക്കും. ആ ആളെന്താന്ന് ഈ നാടിനറിയാം. നാളെ ആ മനുഷ്യനെ ഈ നാട്ടുകാർ സ്വീകരിക്കും. അത് നമുക്കറിയാം. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ പോലും അവരെ തെറ്റും കുറ്റം പറഞ്ഞാന്നേലും എടുത്താന്നേലും നാളെ അയാളെ ഈ നാട് അംഗീകരിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഞങ്ങളുടെ ഒരു കുടുംബത്തിനുണ്ടായ നാണക്കേട്, അത് മനഃപൂർവ്വം നാണം കെടുത്താൻ ഞങ്ങളെ ചെയ്തേ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത് പ്രാകൃത രീതി എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ പോലും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ അത് ഈ വന്ന കാലത്ത് ചെയ്യുന്നത്. ഇതിനെ ഒരു മാധ്യമങ്ങൾ പോലും ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഇതെന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ സങ്കടം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്.